ഹലോ ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ കൊച്ചി യാത്രയുടെ അടുത്തൊരു ഭാഗമായിട്ടാണ് കേട്ടോ. കൊച്ചി മറൈൻ ഡ്രൈവിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാതിട്ട് വന്നതാണ്. ഇതിൽ ഒരുപാട് കോമഡികളുണ്ട് കേട്ടോ. ആ കോമഡികളൊക്കെ ഞാൻ മാക്സിമം ഇതിൽ സ്പീഡാക്കിയിട്ടാണെങ്കിലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ഇത് എവിടെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ മറൈൻ ഡ്രൈവിലെത്തി അവിടെ ഒരു ഹൗസ് ബോട്ട് പോലത്തെ ഒരു ബോട്ടിൽ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് കണ്ടൊരു കാഴ്ച ഉണ്ടത് നമ്മുടെ ഈ ചരക്കുകൾ കയറ്റുന്ന കപ്പലാട്ടോ. ചരക്കുകൾ നമ്മൾ ദുബായിക്ക് സൗദിക്ക് അങ്ങനെയൊക്കെ വിദേശത്തേക്കൊക്കെ ചരക്ക് കയറ്റൂലേ, ആ ഒരു കപ്പലാട്ടോ. ആ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇതിൽ നിന്ന് ചരക്കുകൾ ഇങ്ങനെ ഇറക്കുന്ന കാഴ്ച അതുപോലെ കയറ്റുന്ന കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവിടെ വേറൊരു സംഭവം ഈ ഒരു ബോട്ടിലെ ആൾ പറഞ്ഞു തന്നു. അതായത് ഒരു ബോട്ട് പോലത്തെ ജങ്കാർ പോലത്തെ സംഭവമാണ്. ജങ്കാറല്ല കേട്ടോ, വേറെ എന്തോ സാധനം പേര് പറഞ്ഞത്. അതിൻ്റെ ഫ്രണ്ടും ബാക്കും നമുക്ക് വണ്ടി കയറ്റി ഇത് ഈ കാണുന്ന സാധനം കേട്ടോ. എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല, അവിടെ ദൂരയിൽ കാണുന്ന സംഭവം. അതിൻ്റെ ഫ്രണ്ടും ബാക്കൊക്കെ വണ്ടി കയറ്റിയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുപോലെ തന്നെ പിന്നെ ഞാൻ അവിടെ വേറൊരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ അമേരിക്കൻ ഫിഷിങ്ങോ അങ്ങനെ എന്തോന്നാണ് പറഞ്ഞത് കേട്ടോ. ഇതിൻ്റെ പേരൊക്കെ ഈ ബോട്ടിലുള്ള ആൾ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേങ്കിൽ ഞാനത് മറന്നു കേട്ടോ. ഞങ്ങൾ ഈ യാത്ര പോയതെന്നാണ് കുറച്ച് മുന്നേ പോയതാട്ടോ. ഞാനിപ്പോൾ വീഡിയോ ഇങ്ങനെ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നു വയ്ക്കണം. പിന്നെ അയാൾ ഇതിൽ പറയണത് വ്യക്തമല്ല. പിന്നെ ഞങ്ങളിപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിക്കാണ്ട് ഞങ്ങളിവിടെ കൊച്ചി മെട്രോയിലെത്തിക്കണം കേട്ടോ. മെട്രോയിൽ ഇനി കയറാനുള്ള പരിപാടി. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് മക്കളെ കാണാൻ. അത് നിങ്ങൾ തന്നെ കണ്ടു നോക്കിയിട്ട്. കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരുപാട് കോമഡികളാണ് കേട്ടോ. അമ്മായി ആദ്യമായിട്ട് എസ്കലേറ്ററിൽ കയറുന്ന കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ അത് ഞാൻ പറയുന്നേക്കാൾ നല്ലത് നിങ്ങൾ കാണുന്നതായിരിക്കും. ഇത് മാത്രമല്ല കേട്ടോ കാഴ്ച. അപ്പം ഇനി ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ എസ്കലേറ്ററിൻ്റെ ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞേക്കാളും നല്ലത് നിങ്ങൾ കാണുന്നതന്നെ കാരണം. അതാകുമ്പോൾ നല്ല അടിപൊളി തന്നെ കാരണം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ്. അപ്പോൾ കുറച്ചൊക്കെ ഭാഗങ്ങൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചത് തന്നെ വീണ്ടും വീണ്ടും നമുക്ക് കാണാമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും പ്രായമായില്ലേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രിപ്പ് പോകുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ ആങ്ങളാർ വരുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടായിട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഓർമ്മ അത് വോയിസ് അവിടെ കട്ട് ചെയ്ത് ഞാൻ ഭംഗി ഉണ്ടാവില്ല വെച്ചിട്ടാണ് ഞാൻ ആ വോയിസ് ഇതിലാണ് കൊടുത്തിട്ട് ഞാൻ സ്പീഡ് കൂട്ടിയപ്പോൾ വോയിസും കുറച്ച് സ്പീഡായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രസമല്ലേ. എന്തായാലും പിന്നെ അതേപോലെ മെട്രോയിൽ പോകുന്ന കുറച്ച് കാഴ്ചകളുണ്ട് കേട്ടോ. ജംഗലാല ഞാൻ കയറിയിട്ട് കയറാൻ നിൽക്കണതൊക്കെ ഇവിടെ. ഞാൻ കയറിയിട്ട് കയറാൻ നിൽക്കണതൊക്കെ ഇവിടെ. ട്രെയിന് കയറാനേ നമ്മൾ ചാർജ് ഇല്ല. അപ്പോൾ ഇനി പോകുന്നത് മെട്രോ കയറാനാണ്. മെട്രോ ഞങ്ങൾക്കുള്ള സംഭവം ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രണ്ട് തലക്കിലും ഡ്രൈവർക്ക് ഇരിക്കാൻ പറ്റും. അതാണ് ഒരു കാഴ്ച, രസകരമായ കാഴ്ച. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കുള്ള ട്രെയിനും വന്നീനു. അതിക്ക് കയറുന്ന വീഡിയോ എന്താണെന്ന് അറിയില്ല, കിട്ടിയില്ല. ഞാൻ ഓണാക്കിയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അത് വന്ന വെപ്രാളത്തിലേ അത് ഓണാക്കിയത് പറ്റിച്ചു തോന്നി. പക്ഷെ അത് തിരഞ്ഞിട്ട് കാണുന്നില്ല. അപ്പോൾ ഏതായാലും മെട്രോയിലൂടെ ഇങ്ങനെ പോവട്ടെ കാഴ്ച. ഓരോരോ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇത് കൊച്ചിയിലെ സിറ്റികൾ കണ്ടുകൊണ്ടാണ് പോകുന്നത്. അവിടുത്തെ ഓരോരോ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കര അതിശയം തോന്നും കേട്ടോ. എത്ര പോലൊരു ഹൈറ്റിലാണ് ഈ ഒരു കെട്ടിടങ്ങളൊക്കെ നിൽക്കുന്നത്. അങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ കൂടെ വേറെ ഒരു സ്ഥലം ലുലുമാൾ എത്തിയാണിപ്പോൾ കുറച്ച് സമയമായിട്ടുള്ളൂ. അപ്പോൾ തന്നെ എവിടെ കുറച്ച് പോയപ്പോൾ ലുലുമാൾ എത്തിയായിരുന്നു. അതാപ്പോൾ കഥ. അപ്പോൾ
മെട്രോ അത്രയും ഫാസ്റ്റുമാണ്. ലുലുമാൾക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. Tata, Malma. അങ്ങനെ ഞങ്ങൾ ലുലുമാൾ, കൊച്ചി ലുലുമാൾ ഫുള്ള് കറങ്ങി തിരിഞ്ഞ് കണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നിസ്കാരം ഫുഡ് അടിക്കലൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ പുറത്ത് ചാടിയത് കേട്ടോ. അങ്ങനെ ഇത് പുറത്ത് ചാടിയിട്ടുള്ള വിശേഷങ്ങളാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ മെട്രോ ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് പുറത്ത് ചാടണമെങ്കിലും അവിടെ നമ്മൾ ഫസ്റ്റ് കയറാൻ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണോ കൊടുത്തത് അതുപോലത്തെ പ്രൊസീജിയേഴ്സ് ഇങ്ങോട്ട് പുറത്ത് ചാടാനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ലുലുമാളിലെ കുറേ കാഴ്ചകളും കണ്ട് അതിന് ശേഷം ഞങ്ങൾ പിന്നെ ലുലുവിൻ്റെ പുറത്ത് ചാടി. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതൊക്കെ ലുലുമാളിൻ്റെ മുന്നിലുള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ വെറുതെ അവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ചൊന്ന് വണ്ടി പാർക്കിങ്ങിലല്ലേ, അപ്പോൾ വണ്ടി എടുത്ത് വരുന്നത് വരെ അവിടെ പോസ്റ്റ് അടിച്ചിരിക്കണ്ടല്ലേ വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കുറച്ച് വീഡിയോസുകളൊക്കെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പിന്നെ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളൊരു റിക്വസ്റ്റ് പറഞ്ഞാൽ ഇതുപോലെ എസ്കലേറ്ററിൽ കയറിക്കാണ്ട് ചെയ്യാൻ പോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.